ഗംഗാനദി. മാന്യ പ്രേക്ഷകർക്ക് വ്യൂ പോയിന്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഹിമാലയത്തിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടൽ വരെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള നദിയും ഇന്ത്യയുടെ ദേശീയ നദിയും ജീവരേഖയും പുണ്യനദിയുമാണ് ഗംഗ. ജാഹ്നവി, മന്ദാകിനി, ഭാഗീരഥി, വിഷ്ണുപാതി എന്നിങ്ങനെയും ഈ നദി അറിയപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിലെത്തുമ്പോൾ ഇത് പത്മ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് അഥവാ ഗാൽമുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിച്ച ഭഗീരഥി നദിയും ഗംഗോത്രിയുടെ തൊട്ടടുത്ത് സതോപതി ഹിമാനിയിലെ അളകാപൂരിൽ നിന്ന് ഉത്ഭവിച്ച അളകനന്ദയും കൂടി ഉത്തരാഖണ്ഡിലെ തന്നെ ദേവപ്രയാഗിൽ നിന്ന് വലിയ നദിയായി മാറുന്ന നദിയാണ് ഗംഗ. ഈ അളകനന്ദയുടെ തീരത്താണ് ബദരിനാഥ് എന്ന തീർത്ഥാടന കേന്ദ്രമുള്ളത്. അപ്രകാരം അളകനന്ദ ദേവപ്രയാഗിൽ എത്തുന്നതിനിടയിൽ 5 പ്രയാഗുകൾ രൂപപ്പെടുന്നുണ്ട്. നദികൾ കൂടിച്ചേരുന്ന ഭാഗത്തിനാണ് പ്രയാഗ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അളകനന്ദ ധൗളി ഗംഗയുമായി ചേരുന്ന സ്ഥലത്തെ വിഷ്ണു പ്രയാഗ് എന്നും പിണ്ടാർ നദിയുമായി കൂടിച്ചേരുന്ന സ്ഥലത്തെ കർണപ്രയാഗ് എന്നും നന്ദാകിനിയുമായി കൂടിച്ചേരുന്ന സ്ഥലത്തെ നന്ദപ്രയാഗ് എന്നും മന്ദാകിനിയുമായി കൂടിച്ചേരുന്ന സ്ഥലത്തെ രുദ്രപ്രയാഗ് എന്നും ഭഗീരഥിയുമായി കൂടിച്ചേരുന്ന സ്ഥലത്തെ ദേവപ്രയാഗ് എന്നും വിളിക്കും. ഈ 5 പ്രയാഗുകൾ ഒന്നിച്ച് പഞ്ചപ്രയാഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആകെ 2525 കിലോമീറ്റർ നീളമുള്ള ഏകദേശം മധ്യേന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ നദി ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 26% വിസ്തൃതിയുണ്ട്. 67% ബംഗ്ലാദേശും 33% ഇന്ത്യയും വിസ്തൃതി പങ്കിടുന്ന ഈ നദി ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ 5 സംസ്ഥാനങ്ങളിലൂടെ പരന്ന് ഒഴുകുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം ഉത്തർപ്രദേശിലൂടെയും ഏറ്റവും കുറഞ്ഞ ദൂരം ജാർഖണ്ഡിലൂടെയുമാണ്. ജാർഖണ്ഡിന്റെ ഒരു മൂലയിലൂടെ മാത്രമേ ഇത് കടന്നു പോകുന്നുള്ളൂ. ദൈർഘ്യത്തിൽ ഏഷ്യയിൽ 15ാമത്തെയും ലോകത്തിൽ 39ാമത്തെയും സ്ഥാനമുള്ള ഗംഗയിലെ ജലത്തെ ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് മതവിശ്വാസികൾ പുണ്യജലമായി കണക്കാക്കുന്നുണ്ട്. ഗംഗാ നദി ഹിമാലയം ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നും ഹിമാലയം രൂപപ്പെട്ടപ്പോൾ പ്രദേശത്തെ നദിയായ ഗംഗയുടെ ഭാഗങ്ങൾ ഹിമാലയ ഭാഗങ്ങളിൽ ഉൾപ്പെട്ടു എന്നും പിന്നീട് ഹിമാലയത്തിലെ കനത്ത മഞ്ഞുപാളികൾ ഉരുകി ഗംഗയ്ക്ക് ശക്തി കൂട്ടി എന്നുമാണ് ഭൂമിശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ഉത്തരകാശിയിൽ ഗംഗോത്രിക്ക് തെക്കുള്ള ഹിമഗുഹയായ ഗോമുഖിൽ നിന്നുത്ഭവിക്കുന്ന ഭഗീരഥിയും നന്ദാദേവി കൊടുമുടിയിൽ നിന്നുത്ഭവിക്കുന്ന ഹിമനദിയും മറ്റനേകം ചെറുഹിമാനികളും ഉത്ഭവിക്കുന്ന അളകനന്ദയാണ് ഗംഗയുടെ ഉത്ഭവത്തിന് കാരണമാകുന്നത്. ഗംഗ കനാൽ ശൃംഖല, യമുന ആഗ്ര രാംഗംഗ കനാൽ പദ്ധതി, കോസി പദ്ധതി, റിഹണ്ട് പദ്ധതി, സുബർണരേഖ പദ്ധതി, ദാമോദർ വാലി പദ്ധതി, തെഹരി അണക്കെട്ട്, ഫറാക്ക അണക്കെട്ട് എന്നീ ജലവൈദ്യുത ജലസേചന പദ്ധതികൾ ഗംഗയിലുള്ള പ്രധാനപ്പെട്ടവയാണ്. വേനൽക്കാലത്ത് ഹിമാലയത്തിലെ മഞ്ഞുരുകിയും വർഷക്കാലത്ത് മഴവെള്ളത്താലും ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകാറുള്ള ചുഴലി കൊടുങ്കാറ്റ് മുഖേന രൂപപ്പെടുന്ന പേമാരിയാലും രൂപപ്പെടുന്ന ജലം ഏതു കാലത്തും വെള്ളം നിറയുന്നതും പലപ്പോഴും കര കവിഞ്ഞൊഴുകുന്നതും ഇതിന്റെ വികൃതങ്ങളാണ്. നദികളും കായലുകളും കടലുകളോട് സംഗമിക്കുന്ന ഭാഗമാണ് അഴിമുഖം. അങ്ങനെയെങ്കിൽ ഗംഗയുടെ അഴിമുഖം കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്നുണ്ട്. ഈ അഴിമുഖത്തുള്ള ഒരു ദ്വീപാണ് ഗംഗാസാഗർ ദ്വീപ്. അപ്രകാരം സുന്ദർബൻസ് എന്നറിയപ്പെടുന്ന ഇതിന്റെ കണ്ടൽ കാടുകളും മറ്റു വനങ്ങളും ചേർന്ന ഇവിടെ ഏറെ വളക്കൂറുള്ള
ലോകത്തെ തന്നെ അപൂർവ പ്രദേശമാണ്. വേലിയേറ്റ തിരകൾ കരയിലേക്കൊഴുക്കുന്ന സമുദ്രജലവും ഗംഗ ഈ പ്രദേശത്ത് കൊണ്ടുവന്നടിയിക്കുന്ന എക്കൽ മണ്ണുമാണ് സുന്ദർബൻസിനെ രൂപപ്പെടുത്തിയത്. ഗംഗയുടെ മുകളിലൂടെ ധാരാളം പാലങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും നീളം കൂടിയത് പട്നയിലെ മഹാത്മാഗാന്ധി സേതു പാലമാണ്. ഈ പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ പാലം. 1996 ഡിസംബർ 12 ഇന്ത്യൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഒപ്പിട്ട 30 വർഷത്തെ കരാറാണ് ഗംഗാ നദീജല കരാർ. ഗംഗാ നദിയിലെ ജലം ഫറാക്കയിൽ വെച്ച് ഇരു രാജ്യങ്ങളുടെയും ആവശ്യാനുസരണം വീതിക്കുക എന്നതാണ് ഈ കരാറിന്റെ മുഖ്യ ലക്ഷ്യം. 2008 നവംബർ 8 ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ട വളരെ മഹത്വവും പുണ്യമായും കരുതുന്ന ഗംഗ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ BOD ടെസ്റ്റ് അനുസരിച്ച് ഇന്ന് ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദികളിൽ 5ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തേതുമാണ് ഗംഗ എന്നത് അതിഗൗരവമുള്ളതാണ്. ഡൽഹി, ആഗ്ര, കൊൽക്കത്ത എന്നീ പട്ടണങ്ങളിലെ വ്യവസായശാലകളാണ് മലിനീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. റൂർക്കി, ബനാറസ് അല്ലെങ്കിൽ കാശി അഥവാ ഇപ്പോഴത്തെ വാരണാസി, അലഹബാദ്, ഫത്തേപൂർ സിക്രി, മുർഷിദാബാദ് എന്നീ ഗംഗാതട പട്ടണങ്ങളും മലിനീകരണത്തിൽ തങ്ങളുടേതായ പങ്ക് വഹിക്കുന്നു. ഇതിൽ ഇന്ത്യയുടെ ഈ പുണ്യനദിയെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും പുണ്യനഗരമായ വാരണാസിയിൽ വെച്ചുമാണ്. ഇതിന് കാരണമായി വിദഗ്ധർ സൂചിപ്പിക്കുന്നത് യമുന ഒരു പുണ്യനദിയായി എന്നുള്ളതാണ്. പ്രദേശവാസികൾ പ്രാഥമിക കർമ്മങ്ങൾ മുതൽ മരണാനന്തര കർമ്മങ്ങൾക്ക് വരെ ഗംഗയെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടൊക്കെ ഇന്ത്യയിൽ രാസവസ്തുക്കളും രോഗാണുക്കളും ഏറ്റവും അധികമുള്ള നദിയായി ഗംഗ മാറിയിരിക്കുന്നു. ഗംഗയെ മലിനമുക്തമാക്കാനുള്ള ആദ്യ പദ്ധതി ആയിരുന്നു 1986 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഗവൺമെന്റ് നടപ്പിലാക്കിയ ഗംഗ ആക്ഷൻ പ്ലാൻ. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണ് നമാമി ഗംഗ പദ്ധതി. ഇതിനുവേണ്ടി 120 മില്യൺ യൂറോ ലോണായി ജർമ്മനി നൽകിയിട്ടുമുണ്ട് പോലും. കൊറോണ കാലഘട്ടത്തിലെ ലോക്ക്ഡൌൺ കാലത്ത് ഒരു മാസം ഗംഗയിലെ മാലിന്യം നന്നേ കുറഞ്ഞു എന്ന വാർത്ത ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ആകയാൽ ഗംഗയും ഇന്ത്യയുടെ എല്ലാ ജീവരേഖകളും മലിനമുക്തമാകട്ടെ എന്ന് ആശംസിക്കാം. ഗംഗാ നദിയുടെ മഹത്വവും പുണ്യവും വിവരിക്കുന്ന ഈ വീഡിയോ ഇത്രയും വിവരിച്ചത് ഗംഗാ നദിയുടെ മഹത്വത്തെയും ഉത്ഭവത്തെയും കുറിച്ചാണ്. ഗംഗാ നദിയുടെ പോഷക നദികളെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. അപ്രകാരം സിന്ധു നദിയെക്കുറിച്ച് പഠനാർഹമായ ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഉണ്ട്. പ്രിയ പ്രേക്ഷകർ അതും കൂടി കാണുമെന്ന വിശ്വാസത്തിൽ നന്ദി.